ഹായ്, നിങ്ങൾക്ക് വാൻഗോഹിനെ പറ്റി അറിയോ? അതെ, വൺ ഓഫ് ദ ഐക്കോണിക് പെയിൻറ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറി നൈറ്റ് വരച്ച വിൻസെൻ്റ് വാൻഗോ. അദ്ദേഹം ജനിച്ചതും വളർന്നതെല്ലാം നെതർലാൻഡിലാണ്. ഭയങ്കര സുഖമുള്ള ജീവിതമൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ. അവരൊരു സോഷ്യലി വിഡ്രോൺ ആയിട്ടുള്ള, ഒരുപാട് മെൻ്റലിയും ഫിനാൻഷ്യലി എല്ലാം സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. എൻ്റെ പഠനശേഷം ആർട്ട് ഡീലറായിട്ടും ടീച്ചറായിട്ടും ഈവൻ പ്രീസ്റ്റായിട്ട് വരെ ജോലി ചെയ്ത വിൻസെൻറ്റിന് അതിലൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതായപ്പോഴാണ് പെയിൻറ്റിങ്ങിലോട്ട് എത്തിച്ചേരുന്നതും പിന്നെ തൻ്റെ ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി ചെലവഴിക്കുന്നതും. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ കുറച്ച് പെയിൻറ്റിങ്സ് മാത്രമേ വിറ്റുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. വാൻഗോഹിന് ഇഷ്ടമുള്ള ഒന്നായിരുന്നു നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ സൺഫ്ലവർ. അതുകൊണ്ടായിരിക്കണം തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള പോൾ ഗോഗിന് അദ്ദേഹത്തിൻ്റെ റൂം അലങ്കരിക്കാൻ വേണ്ടിയിട്ട് 14 സൺഫ്ലവേഴ്സ് അടങ്ങുന്ന വാൻഗോഹിൻ്റെ മറ്റൊരു ഐക്കോണിക് പെയിൻറ്റിംഗ് ആയിട്ടുള്ള സൺഫ്ലവർ സമ്മാനിക്കുന്നത്. പോൾ ഗോഗനുമായിട്ട് ഉണ്ടായ ഒരു വാക്ക് തർക്കത്തിൻ്റെ ദേഷ്യത്തിൽ സ്വന്തം ചെവി മുറിച്ചു മാറ്റിയ ഒരു ഇൻസിഡൻറ്റും ഉണ്ടായിട്ടുണ്ട്. തൻ്റെ കരിയറും ലൈഫൊന്നും പച്ച പിടിക്കാത്തതുകൊണ്ടായിരിക്കണം ഒരുപാട് സെൽഫ് ഡൗട്ടും ഡിപ്രഷനും മെൻ്റലി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത വാൻഗോ 37-ാം വയസ്സിൽ സ്വന്തമായി വെടിവെച്ച് സൂസൈഡ് ചെയ്തത്. പക്ഷേ ഇന്ന് 100 വർഷങ്ങൾക്കിപ്പുറം ലോകം കണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് പെയിൻറ്ററാണ് അദ്ദേഹം. അതേപോലെ അന്ന് ഒരു വിലയില്ലാത്ത പെയിൻറ്റിങ്ങിന് ഇന്ന് മില്യൺസ് ആൻഡ് ബില്യൺസാണ് വാല്യൂ വരുന്നത്. എന്തായാലേ ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഇതായിരിക്കും. അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് ലാ ട്രിസ്റ്റസ് തുഹോ തുജൂർ. ഇത് ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റ് അല്ല എന്നറിയാം, എന്നാലും ഇതിൻ്റെ അർത്ഥം വരുന്നത് ദ സാഡ്നെസ് വിൽ ലാസ്റ്റ് ഫോർ എവർ. അങ്ങനെ വാൻഗോഹിന് ഇഷ്ടമുള്ള നമ്മുടെ സൺഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബൈ.